അസ്സലാമു അലൈക്കും. നമ്മൾ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വിശദീകരിക്കാനും കാരണം ഈ ലത്തായിഫുകളെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. കാരണം തസൂഫിന്റെ ബേസ് ആണ്. ഈ ലത്തായിഫുകളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഉള്ളില് ഈ ലത്തായിഫുകൾ ഉണ്ട്, പക്ഷെ അത് മുനവ്വറല്ല എങ്കിൽ അവൻ സാധാരണക്കാരനാണ്. എന്നാൽ മുനവ്വറാകുന്നതോടുകൂടി അവന്റെ സാധാരണത്വം മാറി വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലത്തായിഫുൻ നഫ്സിനെ ശുദ്ധീകരണം സംഭവിക്കുന്നതോട് കൂടി തന്നെ അവനിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ലത്തായിഫുൽ കൽബ് മുനവ്വറായി കഴിഞ്ഞാൽ അവൻ മൂമിനായി. മുസ്ലിം എന്നുള്ള മർത്തബയിൽ നിന്നും മാറിക്കൊണ്ട് മൂമിനിന്റെ മർത്തബയിലെത്തി. ഈ ഖുർആൻ മൊത്തം അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുമ്പോൾ അത് മൂമിനീകളെയാണ്. കൽബ് മുനവ്വറായവരാണ് അഭിസംബോധന. അതിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുള്ളൂ. മൂമിനീങ്ങളായ ആളുകൾക്ക് ആ വിഷയങ്ങൾ മനസ്സിലാവുള്ളൂ. കൽബ് ജാരിയായവർക്ക് അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. കാരണം അവരോടാണ് അഭിസംബോധന. എന്നാൽ ചില സ്ഥലങ്ങളിൽ മുസ്ലിമിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് മുസ്ലിങ്ങളെ കുറിച്ചാണ്. യാ അയ്യുഹൻ നാസു എന്ന് പറയുന്നുണ്ട്, അത് ജനങ്ങളെ കുറിച്ചാണ്, സാധാരണക്കാരെ കുറിച്ചാണ്. പക്ഷെ മൂമിൻ എന്നുള്ള ഒരു അഭിസംബോധന വരുന്നത് ഈ തരം മൂമിനീങ്ങളെയാണ്, കൽബ് മുനവ്വറായവരെ കുറിച്ച്. എന്നാൽ ഈ ഹഖീഖത്ത് അറിയാത്തവര്, ഈ ഹഖീഖത്തിൽ എത്താത്തവര്, ഇത് കേൾക്കാത്തവര് അവരിത് സമ്മതിക്കൂല. കാരണം ഇത് എത്താത്തവരിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി, ചിന്ത എന്താണ്? നഫ്സിന്റെ പ്രവൃത്തിയും ചിന്തയുമാണ്. നഫ്സിന്റെ ഇൻഫ്ലുവൻസിന് അടിമപ്പെട്ടവരാണ് അവർ. ഇതിന്റെ പേരിൽ അവർ ആ രീതിയിലേ പോവുള്ളൂ, ആ രീതിയിലേ വിശ്വസിക്കുള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ മൂമിനീങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ ദീർഘത്തിന് കുഴപ്പമുണ്ടാവും. അപ്പൊ കൽബ് മുനവ്വറായാല് സാധാരണ ഒരു മൂമിനിന്റെ പദവിയിലെത്തി. പിന്നെ കൽബ് മുനവ്വറായ ആളുകൾ അഥവാ ദാക്കിറെ കൽബികള് അല്ലെങ്കിൽ മൂമിനീങ്ങള്, ഇവർക്ക് കൽബ് മുനവ്വറായത് കൊണ്ട് എന്താണ് മെച്ചം വരുന്നത്, എന്താണ് ബെനിഫിറ്റ് വരുന്നത്? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ദാക്കിറെ കൽബി അല്ലെങ്കിൽ ദിക്റെ കൽബ് എന്നുള്ള വിഷയം മാത്രമായിട്ട് നമ്മൾ ഒരു ദിവസം അതിനെക്കുറിച്ച് പറയാം. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഖുർആനിലുള്ള തെളിവുകള്, ഹദീസിലുള്ള തെളിവുകള്, അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് അതിൽ മിക്സ് ചെയ്തുകൊണ്ട് പറയാം. ഖുർആനിൽ പല ആയത്തുകളും ഉദ്ധരിക്കാതെ വിട്ടുമാറി പോകുന്നത് ഒന്നും കൊണ്ടല്ല, അത് അതിൻ്റെതായ സ്ഥലങ്ങൾ നമുക്ക് വിശദീകരിക്കാം. കാരണം അത്തരം കാര്യങ്ങളും കൂടി അതിൽ കൂടിച്ചേർത്ത് വരുമ്പോ അത് തെളിവന്വേഷിക്കുന്നവർക്ക് ഒന്നും കൂടി റാഹത്തായിരിക്കും. പക്ഷെ മുന്നേ നടന്നു പോയി കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് പറയാത്ത കാരണം വിട്ടുമാറി പോകുന്നവർ വിട്ടുമാറി പോട്ടെ. കാരണം ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് നടക്കുന്ന വിഷയങ്ങളാണല്ലോ. ഖുർആൻ മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഖുർആന്റെ ആശയം, സംഗ്രഹം മനസ്സിലാവലാണ്. അത് അവനവന്റെ രീതിയിൽ വിശദീകരിക്കലാണ്. അതാണ് ഖുർആൻ മനസ്സിലാക്കല്. അല്ലാതെ കോപ്പി പേസ്റ്റ് അടിക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാവുന്ന ജോലിയാണ്. ആളുകളെ ഇംപ്രഷനാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് അത് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സംഗ്രഹം കാര്യങ്ങളും അതിൻ്റെ ഉള്ള ആശയങ്ങളും അയാൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇന്ന് അതാണ് നടന്നുകൊടുക്കുന്നത്. ആളുകൾ കേൾക്കുമ്പോൾ ഇംപ്രഷൻ ആവുന്നുണ്ട്. ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആയത്തുകൾ അവനവന്റെ ബുദ്ധിയിലും ചിന്തയിൽ നിന്നും മെമ്മറിയിൽ നിന്നും എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അവന്റെ മണ്ടത്തരം ആലോചിക്കുന്നില്ല. ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിക്കാൻ മനുഷ്യന്റെ ആവശ്യമുണ്ടോ? കമ്പ്യൂട്ടർ ആയാലും പോരെ. ഇത് ശരിക്കും താലീമല്ല, അസൽ ബുദ്ധിയല്ല, അസൽ ഇന്റലിജൻസ് അല്ല. പക്ഷെ അവരവരെ ഇഷ്ടമാണ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അറബി ഭാഷയിൽ ഖുർആൻ അവതരിക്കാൻ കാരണം ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ വന്ന കാരണമാണ് ഖുർആൻ അറബിയിലായത്. ഇത് കേരളത്തിലാണ് വന്നതിന് മലയാളത്തിലാവും, അതല്ല നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിലാവും, പാകിസ്ഥാനാണെങ്കിൽ ഉറുദുവിലാവും. അപ്പൊ ഏത് വ്യക്തി ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഷയിലാണ് ഖുർആൻ അവതരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മെസ്സേജ് അവതരിക്കും. അദ്ദേഹത്തിന്റെ ആ ഭാഷണം, അദ്ദേഹത്തിന്റെ കൽബിലേക്ക് ഇറങ്ങിയ ആ ഒരു അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, അതാണ് ഖുർആൻ. ഖുർആൻ എന്തില്ല, പദങ്ങളില്ല, പദങ്ങൾ കൊടുക്കുന്നതാണ്. പദങ്ങൾ കൊടുക്കാതെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർക്ക് മറ്റേത് ഭാഷയില്ല, കൽബിന്റെ ഭാഷ അവർക്ക് ഭാഷയില്ല. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അതെന്ത് ചെയ്യും, മാറ്റപ്പെടും.
എന്നാൽ അത് ഖുർആനല്ല. അത് ഖുർആൻ എഴുതി വെച്ച മനസ്സിലാക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു വസ്തുവാണ്. ഖുർആന്റെ ഹഖീഖത്ത് അതല്ല. ഖുർആൻ ഇരിക്കുന്നത് റസൂലുള്ളാഹിയുടെ നെഞ്ചിൽ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് എന്താണ്, ഖുർആൻ എന്താണ് എന്നുള്ള വിഷയത്തിലൊക്കെ ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇതിനെക്കുറിച്ച് അറിയാത്തവര്. എന്നാൽ മഹാന്മാരായ ആളുകളെ കൗലുകളിൽ ഇന്നും ഈ വിഷയങ്ങൾ ഉദ്ധരിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാവിധമായ തഫ്സീർ മനസ്സിലാക്കി കൊടുക്കാൻ പണ്ഡിതന്മാര് ശ്രമിച്ചിട്ടില്ല. ഷസൽ പണ്ഡിതന്മാരായ സൂഫിയാക്കൾ കിതാബുകളിലൊക്കെ ഇതൊന്നും കിടക്കുന്നുണ്ട്, സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇത്തരം സൂഫിയാക്കള് ഒരിക്കലും ഒരാള് സംസാരിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ബാഹ്യമായ ചെയ്തികളിലേക്കോ അല്ല അവർ നോക്കുക. അവരെ നോട്ടം എപ്പോഴും റൂഹിലേക്കാണ്, റൂഹാനിയത്തിലേക്കാണ്, ഇന്റൻഷനിലേക്കാണ്, നിയത്തിലേക്കാണ്, അല്ലാതെ ബാഹ്യമായ പദങ്ങളിലേക്കല്ല. അങ്ങനെ ആയിരിക്കണം അള്ളാഹുവിന്റെ വഴിയിൽ പോകുന്ന ആളുകളെ രീതി. അത്തരക്കാർക്ക് അത് ഫിറ്റ് ആവുള്ളൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ വീണ്ടും കൊഴിഞ്ഞു പോകും. ബാഹ്യമായ പദങ്ങളിലേക്ക് ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിൽ അത് ഒടുക്കത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒന്നോ രണ്ടോ ലെവല് കയറിപ്പോകാൻ സാധിച്ചെങ്കിലും പിന്നീട് അവർക്ക് വീണ്ടും അരാജകമായിരിക്കും. അവരിത് ഇട്ടറിഞ്ഞു പോകും. തുടക്കത്തിലെ റുഹാനിയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന ആളുകൾക്ക് ഒടുക്കം വരെ സൂക്ഷിക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞു വരുന്നത് റൂഹ്, കൽബ് തുടങ്ങിയ ലത്തായിഫുകള് മുനവറാവുന്ന സമയത്ത് ആളുകളെ സ്വഭാവം മാറ്റപ്പെടുന്നുണ്ട്, അവരെ പവർ ശക്തി മാറ്റപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ അവരെ മർത്തബ മാറ്റപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരാൾ കൽബിന്റെ മക്കാമിൽ എത്തിക്കഴിഞ്ഞാൽ മൂമിനായി. അങ്ങനെ കൽബിന്റെ തന്നെ 3 തരം സ്റ്റേജുകളുണ്ട്. നമ്മള് മിനിയാന്നോ അതിന് തലേ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ കൽബുൽ സലീം ഉണ്ട്, കൽബുൽ മുനീബ് ഉണ്ട്, കൽബുൽ ഷഹീദ് ഉണ്ട്. കൽബുൽ ഷഹീദിലെത്തിയ വ്യക്തി വിലായത്തിന് അർഹനായി. മൂമിന്റെ ദർജ വിട്ടുകൊണ്ട് ഒരു വലിയായി മാറി. അതിനുശേഷം റൂഹ് ഹയാത്തായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മർത്തബ വീണ്ടും കൂടി. റൂഹിന്റേതായ ഫംഗ്ഷൻ ഉണ്ട്, ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതിനുശേഷം സിറിന്റെ മക്കാവിലെത്തി കഴിഞ്ഞാൽ വീണ്ടും മർത്തബ കൂടി. ഇങ്ങനെ കൂടിക്കൂടി വരും. മേലോട്ട് പോകുന്തോറും വിലായത്തിന്റെ ദർജകൾ കൂടിക്കൂടി വരും. കാരണം ഇതൊക്കെ മനസ്സിലാക്കൽ ആവശ്യമാണ്. അള്ളാന്റെ ഔലിയാക്കളെ തിരിച്ചറിയാനും അവനവന്റെ ഷെയ്ഖിന്റെ മർത്തബ അറിയാനും ഇത് ആവശ്യമാണ്. കാരണം ഷെയ്ഖ് എല്ലാവർക്കും പേരിൽ ഷെയ്ഖ് ആണെങ്കിലും ഷെയ്ഖിന്റെ മർത്തബയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് മുരീദിന്റെ മർത്തബയിൽ വ്യത്യാസം ഉണ്ടാവും. ഗൗസുൽ ആലമിന്റെ മുരീദിന്റെ മർത്തബ ഒരിക്കലും സാധാരണക്കാരെ വലിയനും മുരീദിനും ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മർത്തബ എന്തായാലും ഗൗസുൽ ആലമിന്റെ മുരീദന്മാർക്കും ഉണ്ടാവില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിൽക്കുന്ന മുനാഫിക്കീങ്ങള് ഗൗസുൽ ആലമിന്റെ മുമ്പിൽ മുനാഫിക്കുകളേക്കാളും സ്ട്രോങ് ആയിരിക്കും. കാരണം അവിടെ അനുഗ്രഹം വലുതാണ്. അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന മുനാഫിക്കുകൾ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ്. ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാര് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരാണ്. ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ തജല്ലികളായി വരുന്നവരാണ് അവർ. ഇത് സ്പിരിച്വൽ എവല്യൂഷൻ ആണ്. ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഇമാം മഹ്ദി വരെ വരുന്ന ആളുകൾ, ഔലിയാക്കള്, ഇതൊക്കെ വിലായത്തിന്റെ ഒരു പ്രോഗ്രസ് ആയിട്ട് നമ്മൾ കണക്കാക്കണം, കണ്ടിന്യൂഷനായി മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ. ആദം സൊഫിയുള്ള എന്ന ആദ്യത്തെ പ്രവാചകൻ, അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് റുഹാനിയത്തിന്. അതിനു മുമ്പ് റുഹാനിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് മനുഷ്യരുണ്ട്, ശരീഅത്തുണ്ട്. അല്ലാതെ റുഹാനിയത്തിനോട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് മുമ്പോട്ട് പോകുന്തോറും സ്പിരിച്വൽ എവല്യൂഷൻ വന്നുകൊണ്ടിരിക്കാണ്, പരിണാമങ്ങൾ വന്നുകൊണ്ടിരിക്കാണ്. ഒരിക്കലും ബാക്കിലോട്ടല്ല പോകുന്നത്, മുമ്പിലോട്ടാ പോകുന്നത്. റുഹാനിയത്ത് ലോകത്ത് അതിന്റെ വണ്ണവും അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനേക്കാളും വിശാലമായ ക്വാളിറ്റി കൂടിയ റുഹാനിയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്നത്. അതിനേക്കാളും മുന്നോട്ട് പോയ റുഹാനിയത്ത്, തർക്കി വന്ന പ്രോഗ്രസ് വന്ന റുഹാനിയത്താണ് മൂസ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവരിക. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ അതിന്റെ പാരമ്യത്തിൽ എത്തിയ അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. കാരണം അക്ഫ എന്ന റൂഹിന്റെ തൈലീമ് നൽകപ്പെട്ട് ഒരു മനുഷ്യനെത്തിച്ചേരാവുന്ന പരമാവധി റീച്ചില് മനുഷ്യനെത്തിക്കാൻ ആവശ്യമായ തൈലീമ് കൊണ്ടുവരപ്പെട്ട് അതോടുകൂടി മതം കഴിഞ്ഞു, ദീനിന്റെ തൈലീം പഠിപ്പിക്കൽ കഴിഞ്ഞു. പിന്നെ ഈ ലത്തായിഫുൽ അന എന്നൊരു ലത്തായിഫ് ഉണ്ട്. ഈ ലത്തായിഫുൽ അനയുടെ ഇൽമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ആർക്കുള്ളതല്ല, ഉമ്മത്തിനുള്ളതല്ല. പക്ഷെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് റസൂലുള്ളാഹിക്ക് കൊടുക്കാം. പക്ഷെ റസൂലുള്ളാഹിയുടെ ദാത്തിനോട് ബന്ധപ്പെട്ട ഇൽമാണത്.
ദീനിനോട് ബന്ധപ്പെട്ടതല്ല. ദാത്തിലേക്ക് ബന്ധമുള്ളവർക്ക് ആർക്കും അത് കൈമാറലും നിർബന്ധമായ അവസ്ഥയല്ല. എന്നാൽ ദീനിന്റെ ഇൽമ കൊടുക്കൽ നിർബന്ധമാണ്. അത് ആവശ്യക്കാർക്കും അർഹരായ ആളുകൾ കൊടുക്കൽ ആവശ്യമാണ്. എന്നാൽ ദാത്തിയായ ഇൽമ റസൂലുള്ളാഹിയുടെ ഇഷ്ടമാണ്, കൊടുക്കലും കൊടുക്കാതിരിക്കുന്നു. അപ്പൊ അത്തരം ആളുകളിലേക്ക് ലതായിഫുൽ അലയുടെ ഇൽമ കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീദാറും അള്ളാഹുവിന്റെ മീറ്റിംഗ് കാണല് എന്നുള്ള ആ ഒരു പ്രതിഭാസം, ആ ഒരു സംഗതിക്ക് അവരെ ഒരുക്കി കൊടുക്കല് റസൂലുള്ളാഹിയുടെ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹുവിനെ കാണുന്ന മർത്തബിലുള്ള ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കൾ വരുന്നത് ഈ ഒരേ ഒരു ഉമ്മത്തിലാണ്, ഉമ്മത്ത് മുഹമ്മദിയയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് അള്ളാഹുവിനെ കാണുന്ന ഇൽമാണ്. അത് മുമ്പുള്ള പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിലാണ് മൂസാ നബി അലൈഹി സ്വലാം, അതേപോലെ ഈസാ നബി അലൈഹി സ്വലാം, അങ്ങനെ പല പ്രവാചകന്മാരും ഈ ഉമ്മത്തിൽ പെടാൻ ആഗ്രഹിച്ചത് അള്ളാഹുവിനെ കാണുന്ന ആ ഒരു വിഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമത് വരാൻ കാത്തിരിക്കുന്നത്. ഇമാം മഹ്ദി അലൈഹി സ്വലാമെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് എന്തിന്റെ പേരിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം അത് ഈ ഉമ്മത്തിലൂടെ നടക്കുള്ളൂ. ഈ ഉമ്മത്തിന് മുമ്പ് വരുന്നവർക്ക് ആ സൗഭാഗ്യം ഉണ്ടാവില്ല. കാരണം അവരെ റുഹാനിയത അതിന് ഫിറ്റ് അല്ല. അള്ളാഹുത്തല അങ്ങനെയാണ് പഠിച്ചത് കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനെ കുറിച്ച് ഉണ്ടാക്കൽ ആവശ്യമാണ്. കാരണം അത് നമുക്കൊരു മാപ്പായിരിക്കണം ഈ വിഷയത്തിൽ എളുപ്പത്തിന്. പിന്നെ ജനറലായി പഠിച്ചു വെച്ച കാര്യങ്ങളിലൂടെ നമ്മൾ ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ. കാരണം ബാക്കി താലീമുകളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കണം.